ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ഓൾ. ബിസിനസ് റെഗുലേഷൻസിലെ സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് 90-30 എന്നുള്ള മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കോൺട്രാക്ട് ഓഫ് സെയിലുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മുന്നത്തെ ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് കോൺട്രാക്ട് ഓഫ് സെയിലിൻ്റെ പെർഫോമൻസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറയാനുള്ളത്. അതിൽ എന്താണ് കോൺട്രാക്ട് ഓഫ് സെയിലിൻ്റെ പെർഫോമൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതുപോലെ തന്നെ കോൺട്രാക്ട് ഓഫ് സെയിൽ പെർഫോം ചെയ്യുമ്പോൾ ചില റൂൾസുകൾ ഈ ആക്റ്റിൽ പറയുന്നുണ്ട്. ദെൻ ഈ കോൺട്രാക്ട് ഓഫ് സെയിലെ പാർട്ടീസായുള്ള ബയ്യറിൻ്റെയും സെല്ലറിൻ്റെയും റൈറ്റ്സും ഡ്യൂട്ടീസും പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് കോൺട്രാക്ട് ഓഫ് സെയിലിൻ്റെ പെർഫോമൻസ് എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട ചില റൂൾസും ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്റ്റിലെ സെക്ഷൻ 31 പറയുന്നത് പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ എന്നോട് ഉദ്ദേശിക്കുന്നത് സെല്ലറെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണോ ഗുഡ്സ് ഡെലിവറി ചെയ്യുന്നത്, അതുപോലെ തന്നെ ബയ്യറെ സംബന്ധിച്ചിടത്തോളം ഡെലിവറി ചെയ്ത ഗുഡ്സ് ആക്സെപ്റ്റ് ചെയ്യുകയും അതിനുള്ള പേയ്മെൻറ്റ് കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. സോ ഒരു കോൺട്രാക്ട് ഓഫ് സെയിൽ പെർഫോം ചെയ്തു എന്ന് പറയണം എന്നുണ്ടെങ്കിൽ ആ സെല്ലർ ഗുഡ്സ് ഡെലിവറി ചെയ്യുകയും ബയ്യർ ഗുഡ്സ് ആക്സെപ്റ്റ് ചെയ്ത് അതിനുള്ള പേയ്മെൻറ്റ് കൊടുക്കുകയും വേണം. ദെൻ എന്താണ് ഡെലിവറി ഓഫ് ദി ഗുഡ്സ്? സെക്ഷൻ 2 സബ്സെക്ഷൻ 2 പറയുന്നുണ്ട്. ഡെലിവറി എന്ന് പറഞ്ഞാൽ ഗുഡ്സ് സെല്ലർ ബയ്യർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഗുഡ്സിൻ്റെ പൊസഷൻ വോളണ്ടറി ട്രാൻസ്ഫർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ആ ഗുഡ്സ് ഡെലിവറി ചെയ്തു എന്ന് പറയാം. ഡെലിവറി ഓഫ് ഗുഡ്സ് എന്നുള്ളത് 3 ടൈപ്സ് നടക്കാറുണ്ട്. അതിലൊന്നാണ് ആക്ച്വൽ ഡെലിവറി. ആക്ച്വൽ ഡെലിവറി എന്ന് പറഞ്ഞാൽ ഗുഡ്സ് സെല്ലർ ബയ്യർക്ക് അല്ലെങ്കിൽ ബയ്യറിൻ്റെ ഏജൻറ്റ് ട്രാൻസ്ഫർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ആക്ച്വൽ ഡെലിവറി എന്ന് പറയാം. പക്ഷേ എല്ലാ സമയത്തും നമുക്ക് ഗുഡ്സ് നേരിട്ട് ഹാൻഡ് ഓവർ ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല. ചില പ്രോഡക്ട്സിൻ്റെ അല്ലെങ്കിൽ ഗുഡ്സിൻ്റെ നാച്ചർ അനുസരിച്ചിട്ട്, ഫോർ എക്സാമ്പിൾ ഒരു ഫ്ലാറ്റൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമുക്കത് അങ്ങനെ ഹാൻഡ് ഓവർ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അത്തരം കേസ് നമ്മൾ എന്താണ് ചെയ്യാറുള്ളത്, ആ ഡെലിവർ ചെയ്യുന്ന ഗുഡ്സിൻ്റെ ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ഒരു സിമ്പിളാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക. അതായത് നമ്മൾ ഫ്ലാറ്റൊക്കെ വിൽക്കുമ്പോൾ ഫ്ലാറ്റിൻ്റെ കീ ഒക്കെ കൊടുക്കുന്നുണ്ട്. സോ അങ്ങനെ ഒരു ഗുഡ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സിമ്പിൾ വെച്ചിട്ടാണ് ഗുഡ്സ് ഡെലിവറി ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സിംബോളിക് ഡെലിവറി എന്ന് പറയും. മറ്റൊരു ഡെലിവറിയാണ് കൺസ്ട്രക്റ്റീവ് ഡെലിവറി അല്ലെങ്കിൽ ഡെലിവറി ബൈ അറ്റോൺമെൻറ്റ്. അതായത് സെല്ലർ ഡെലിവറി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഗുഡ്സ് മറ്റൊരു വ്യക്തിയുടെ കയ്യിലാണ് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയോടാണ് സെല്ലർ ഈ ഗുഡ്സ് ഡെലിവർ ചെയ്യാൻ പറയുക. സോ അത്തരം കേസിൽ സെല്ലർക്ക് വേണ്ടിയിട്ട് മറ്റൊരു വ്യക്തിയാണ് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡെലിവറി നടത്തുന്നത്. അത്തരം ഡെലിവറിയെ നമ്മൾ കൺസ്ട്രക്റ്റീവ് ഡെലിവറി എന്ന് പറയുന്നത്. ദെൻ റൂൾസ് റിഗാർഡിംഗ് ഡെലിവറി. ഗുഡ്സ് ഡെലിവറി ചെയ്യുമ്പോൾ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സെക്ഷൻ 33 to 39 പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് പൊസഷൻ ഓഫ് ഗുഡ്സ്. ഡെലിവറി ഓഫ് ഗുഡ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പൊസഷൻ വോളണ്ടറി ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ഡെലിവറി ആൻഡ് പേയ്മെൻറ്റ് ആർ കൺകറൻറ്റ് കണ്ടീഷൻസ്. അതായത് ഡെലിവറിയും പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള മറ്റുള്ള അഗ്രിമെൻറ്റ്സോ കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ സെല്ലർ ഗുഡ്സ് ഡെലിവറി ചെയ്യുന്നതോടുകൂടെ തന്നെ ബയർ ആ ഗുഡ്സ് റിസീവ് ചെയ്യുകയും അതിനുള്ള പേയ്മെൻറ്റ് കൊടുക്കുകയും ചെയ്യും. ദെൻ പാർട്ട് ഡെലിവറി. ചില കേസുകളിൽ പ്രോഡക്ട്സ് പാർട്ടായിട്ടാണ് ഡെലിവറി ചെയ്യുക. ദാറ്റ് മീൻസ് അതിൻ്റെ നാച്ചർ അനുസരിച്ച് നമുക്ക് ഒരുമിച്ച് ഡെലിവറി ചെയ്യാൻ കഴിയില്ല. സോ അത്തരം കേസുകൾ നമ്മൾ ഡെലിവറി നടത്തുന്നത് പാർട്ടായിട്ടാണ് എന്നുണ്ടെങ്കിൽ അത് ഹോൾ ഡെലിവറിക്ക് പകരമായിട്ടുള്ളതായിട്ട് കൺസിഡർ ചെയ്യാം. അതാണ് സെക്ഷൻ 34 പറയുന്നത്. ദെൻ ബയർ ടു അപ്ലൈ ഫോർ ഡെലിവറി. സെല്ലർ എപ്പോഴാണ് ഡെലിവറി നടത്തേണ്ടത്? ബയർ ഡെലിവറി ചെയ്യാൻ അപ്ലൈ ചെയ്യുമ്പോഴാണ് സെല്ലർ ഡെലിവറി നടത്തേണ്ടത്. ദെൻ നെക്സ്റ്റ് വൺ ടൈം ഓഫ് ഡെലിവറി. കോൺട്രാക്ട് ഓഫ് സെയിലിൻ്റെ ഡെലിവറി നടത്തേണ്ടത് പറഞ്ഞിട്ടുള്ള ടൈമിലായിരിക്കണം. ഇനി കോൺട്രാക്റ്റിൽ ടൈമിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ വിത്തിൻ എ റീസണബിൾ ടൈം അത് നടത്തിയിരിക്കണം. ദെൻ പ്ലേസ് ഓഫ് ഡെലിവറി. ടൈം പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഒരു ടൈം സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടൈമിൽ ഡെലിവറി നടത്തണം, അല്ലെങ്കിൽ ഒരു റീസണബിൾ ടൈമിൽ അല്ലെങ്കിൽ നോർമൽ വർക്കിംഗ് ഹവേഴ്സിൽ അത് ഡെലിവറി നടത്തിയിരിക്കണം. ദെൻ ഗുഡ്സ് ഇൻ പൊസഷൻ ഓഫ് തേർഡ് പേഴ്സൺ. നേരത്തെ നമ്മൾ പറഞ്ഞു കൺസ്ട്രക്റ്റീവ് ഡെലിവറിയുടെ കേസിൽ, അതായത് മറ്റൊരു വ്യക്തിയുടെ കയ്യിലാണ് സെല്ലർ ഡെലിവറി ചെയ്യാനുള്ള ഗുഡ്സ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അവരത് അക്നോളജ് ചെയ്യുകയാണ് ഡെലിവറിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്. സോ അതിനെയാണ് നമ്മൾ കൺസ്ട്രക്റ്റീവ് ഡെലിവറി എന്ന് പറയുന്നത്.
ദെൻ എക്സ്പെൻസസ് ഓഫ് ഡെലിവറി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എക്സ്പെൻസ് എന്ന് പറയുന്നത് സെല്ലറിൻ്റെ ലാബിലിറ്റിയാണ്. ആ പ്രോഡക്റ്റ്സ് അല്ലെങ്കിൽ ഗുഡ്സ് ഡെലിവറബിൾ സ്റ്റേറ്റിലേക്കാക്കി മാറ്റാനും അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചില എക്സ്പെൻസുകളൊക്കെ ഉണ്ടാവും. അത്തരം എക്സ്പെൻസുകളൊക്കെ മീറ്റ് ചെയ്യേണ്ടത് ഈ സെല്ലറായിരിക്കും. ദെൻ ഇൻസ്റ്റാൾമെൻറ്റ് ഡെലിവറി എന്ന് പറയുന്നത് നടത്തണമെന്നുണ്ടെങ്കിൽ അത് ബയറും സെല്ലറും അഗ്രി ചെയ്തിട്ടുണ്ടാവണം. ബയറും സെല്ലറുടെ അഗ്രിമെൻറ്റിന് പുറത്ത് വേറൊരു തരത്തിലും ഡെലിവറി ചെയ്യാനുള്ള ഗുഡ്സ് ബൈ ഇൻസ്റ്റാൾമെൻറ്റ് ഡെലിവറി ചെയ്യാൻ കഴിയില്ല. അത് ഒരുമിച്ച് തന്നെ കൊടുക്കണം. ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഗുഡ്സ് ഡെലിവറി ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല. അത് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബയറും സെല്ലറും മുന്നേ തീരുമാനിച്ചിട്ടുണ്ടാവണം. ദെൻ ഡെലിവറി ടു എ കാരിയർ ബൈ വാഫിംഗ്, അതായത് ചില കേസുകളിലൊക്കെ ഇപ്പോൾ പോർട്ട് ബൈ ആണ് നമ്മൾ ഈ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നത് എന്നുണ്ടെങ്കിൽ പോർട്ടിൻ്റെ ഏരിയയിലുള്ള ഒരു ഏജൻറ്റ് വാഫിംഗർ ഉണ്ടാവും. അവരാണ് ഈ പോർട്ട് വഴി എത്തുന്ന എല്ലാ ഐറ്റംസും സേഫ് കസ്റ്റഡി എൻഷുർ ചെയ്യുന്നത്. സോ സെല്ലർ ബൈ പോർട്ട് ഗുഡ്സ് ഡെലിവറി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വാഫിംഗറിൻ്റെ കയ്യിലെത്തിയാൽ ആ ഗുഡ്സ് ഡെലിവറി ചെയ്തതായിട്ട് കൺസിഡർ ചെയ്യാം. ദെൻ ബയർ റൈറ്റ് ടു എക്സാമിൻ ദി ഗുഡ്സ് ബയർക്ക് ഡെലിവറി നടത്തിയാൽ ബയർക്ക് അത് എക്സാമിൻ ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉണ്ടായിരിക്കും. എക്സാമിൻ ചെയ്തിട്ട് ബയർ സാറ്റിസ്ഫൈഡ് ആണ് എന്നുണ്ടെങ്കിലേ ബയർ അത് ആക്സെപ്റ്റ് ചെയ്യേണ്ടതുള്ളൂ. പക്ഷേ ഈ ഒരു ഡെലിവറിക്ക് മുന്നേ ബയർ എക്സാമിൻ ചെയ്തിട്ടുള്ള ഒരു ഐറ്റമാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ പിന്നെ ഫർദർ എക്സാമിനേഷൻ്റെ ആവശ്യമില്ല. പക്ഷേ മുന്നേ എക്സാമിൻ ചെയ്യാത്ത സിറ്റുവേഷൻസിൽ ബയർക്ക് ആ ഗുഡ്സ് എക്സാമിൻ ചെയ്തിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ള തീരുമാനിക്കാനുള്ള റൈറ്റ് ഉണ്ടായിരിക്കും. ദെൻ റിട്ടേൺ ഓഫ് റിജക്റ്റഡ് ഗുഡ്സ്. സോ ഗുഡ്സ് ഡെലിവറി ചെയ്തിട്ട് അത് ബയർ എക്സാമിൻ ചെയ്തപ്പോൾ ബയർ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ ആ ഗുഡ്സ് റിജക്റ്റ് ചെയ്യാനുള്ള റൈറ്റ് ബയർക്ക് ഉണ്ടായിരിക്കും. പക്ഷേ റിജക്റ്റ് ചെയ്ത ഗുഡ്സ് ബയർ റിട്ടേൺ ചെയ്യണമെന്ന് പറയുന്നില്ല. അതേസമയം ഗുഡ്സ് റിജക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ബയർ സെല്ലറെ ഇൻഫോം ചെയ്തിരിക്കണം. സോ ബയർ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ ബയർക്ക് ആ ഗുഡ്സ് റിജക്റ്റ് ചെയ്യാം. പക്ഷേ ആ ഗുഡ്സ് റിജക്റ്റ് ചെയ്തത് തിരിച്ച് റിട്ടേൺ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കില്ല? ബയറിനില്ല. അതേസമയം ഈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഗുഡ്സ് റിജക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സെല്ലറെ അറിയിക്കാനുള്ള ബാധ്യത ബയർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ദെൻ എക്സാമിനേഷൻ ഓഫ് ഗുഡ്സ് ബൈ ദി ബയർ പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞു, മുന്നേ എക്സാമിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഗുഡ്സ് പിന്നീട് എക്സാമിൻ ചെയ്യാനും അത് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ തീരുമാനിക്കാനുള്ള റൈറ്റ് ബയർക്ക് ഉണ്ടായിരിക്കും. ദെൻ വെൻ റോങ് ക്വാണ്ടിറ്റി ഈസ് ഡെലിവേർഡ്, അതായത് നമ്മൾ പറഞ്ഞ ക്വാണ്ടിറ്റിയിലല്ല സാധനങ്ങൾ ഡെലിവറി ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ പറഞ്ഞ പ്രകാരത്തിലുള്ള ഗുഡ്സ് ആക്സെപ്റ്റ് ചെയ്യാനുള്ള റൈറ്റ് ബയർക്ക് ഉണ്ടായിരിക്കും. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ആ ഓർഡർ വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡെലിവറി തന്നെ റിജക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ബയർക്ക് ഉണ്ടായിരിക്കും. ഇവിടെ മറ്റൊരു പോയിന്റ് ശ്രദ്ധിക്കാനുള്ളത്, ചില കേസുകളിൽ ബയറും സെല്ലറും ഡെലിവറി അഗ്രിയൊക്കെ ചെയ്യും. എന്നിട്ട് സെല്ലർ ഡെലിവറി ചെയ്യുന്നതിന് മുന്നേ ബയർ പറയുകയാണ് തൽക്കാലത്തേക്ക് ഇപ്പോൾ വേണ്ട, അല്ലെങ്കിൽ അതിൻ്റെ ടൈം ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ബയറിൻ്റെ റിക്വസ്റ്റ് പ്രകാരം ഡെലിവറി നീട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡെലിവറി ഡിലേ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഡെലിവറി ഡിലേ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് സെല്ലർക്ക് എന്തെങ്കിലും ചിലവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്യാനുള്ള റൈറ്റ് അത് കോമ്പൻസേറ്റ് ചെയ്ത് കിട്ടാനുള്ള റൈറ്റ് ഈ സെല്ലർക്ക് ഉണ്ടായിരിക്കും. അതായത് ബയർ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചിലവുകൾ ബയർ തന്നെ മീറ്റ് ചെയ്യേണ്ടി വരും. സോ ഡെലിവറി പറഞ്ഞ സമയത്ത് ഡെലിവറി നടക്കാതിരിക്കുന്ന അല്ലെങ്കിൽ ചെയ്യാതിരിക്കുന്നത് ബയറിൻ്റെ കാരണം കൊണ്ടാണ് എന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചിലവുകൾ ബയർ മീറ്റ് ചെയ്യേണ്ടി വരും. സോ ഇത്രയാണ് നമുക്ക് ഡെലിവറിയുമായി ബന്ധപ്പെട്ട ചില റൂൾസ് പറയാനുണ്ടെന്ന് പറഞ്ഞത്. സോ ഈ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നോർമലി ഗുഡ്സ് ഡെലിവറി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ദെൻ ഇനി ഈ ബയറിൻ്റെയും സെല്ലറിൻ്റെയും റൈറ്റ്സും ഡ്യൂട്ടീസും. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബയറിൻ്റെ റൈറ്റ്സ് ആണ്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ടു ഹാവ് ഡെലിവറി ഓഫ് ഗുഡ്സ് ആസ് പെർ കോൺട്രാക്റ്റ്, അതായത് കോൺട്രാക്റ്റിൽ പറഞ്ഞ പ്രകാരം ഗുഡ്സ് ഡെലിവറി ചെയ്ത് കിട്ടാനുള്ള റൈറ്റ് ബയർക്ക് ഉണ്ടായിരിക്കും. Then second one, to reject the goods when they are not of the description, quality or quantity as specified in the contract. ഇനി കോൺട്രാക്റ്റിൽ പറഞ്ഞ പ്രകാരമല്ല ഗുഡ്സ് ഡെലിവറി ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലൊക്കെ വ്യത്യാസം വരികയാണ് എന്നുണ്ടെങ്കിൽ ബയർക്ക് ആ ഗുഡ്സ് റിജക്റ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിരിക്കും. Then third one, to repudiate the contract when the goods are delivered in installments without any agreement to that effects. നമ്മൾ മുന്നേ പറഞ്ഞു ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഗുഡ്സ് ഡെലിവറി ചെയ്യാൻ നോർമൽ കേസിൽ കഴിയില്ല.
പക്ഷേ ബയറും സെല്ലറും പരസ്പരം അഗ്രീഡ് ആണ് എന്നുണ്ടെങ്കിൽ ഗുഡ്സ് അങ്ങനെ ഡെലിവറി ചെയ്യാം. സോ ബയറിൻ്റെ പെർമിഷൻ കിട്ടാതെയാണ് സെല്ലർ ഗുഡ്സ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഡെലിവറി ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാനുള്ള റൈറ്റ് ബയർക്ക് ഉണ്ടായിരിക്കും. Then to be informed by the seller when the goods are to be sent by sea route so that he may arrange for their insurance. ഇനി ചില കേസുകളിൽ സെല്ലർ ഡെലിവറി നടത്തുന്നത് സീ റൂട്ടിലായിരിക്കും. സോ അങ്ങനെ ബൈ സീ ആണ് നമ്മൾ ഗുഡ്സ് ഡെലിവറി ചെയ്യുന്നത്, സെല്ലർ ഗുഡ്സ് ഡെലിവറി ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ സെല്ലർ അത് ബയറെ മുൻകൂട്ടി അറിയിക്കണം. എന്നാൽ മാത്രമേ അതിനു വേണ്ടിയുള്ള അറേഞ്ച്മെൻറ്റ്സ്, അതായത് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ള കാര്യത്തിലൊക്കെ ബയർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് സെല്ലർ ബൈ സീ ആണ് ഡെലിവറി നടത്തുന്നത് എന്നുണ്ടെങ്കിൽ അത് ബയറെ മുന്നേ കൂട്ടി അറിയിക്കണം. സോ അത് അറിയാനുള്ള റൈറ്റ് ആർക്കുണ്ടായിരിക്കും? ബയറിനുണ്ടായിരിക്കും. Then to have a reasonable opportunity to examine the goods for ascertaining whether they are in conformity with the contract. ഗുഡ്സ് ഡെലിവറി ചെയ്താൽ അത് ബയർ റിസീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബയർക്ക് അത് എക്സാമിൻ ചെയ്യണം. സോ അത് എക്സാമിൻ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ബയർക്ക് കൊടുത്തിരിക്കണം. Then to sue the seller for recovery of the price if already paid when the seller fails to deliver the goods. അതായത് ബയർ ഓൾറെഡി പേയ്മെൻറ്റ് കൊടുത്തു, പക്ഷേ സെല്ലർ അത് ഡെലിവറി ചെയ്യാൻ, ദാറ്റ് മീൻസ് ആ ഗുഡ്സ് ഡെലിവറി ചെയ്യാൻ ഫെയിൽ ആവുകയാണ് എന്നുണ്ടെങ്കിൽ ആ കൊടുത്ത പേയ്മെൻറ്റ് തിരിച്ചു വാങ്ങാനുള്ള, റിക്കവർ ചെയ്യാനുള്ള റൈറ്റ് ഈ ബയറിനുണ്ടായിരിക്കും. ദെൻ ടു സ്യൂ ദ സെല്ലർ ഫോർ ഡാമേജസ്, അതായത് ഗുഡ്സ് ഡെലിവറി ചെയ്തതിൽ എന്തെങ്കിലും, അല്ലെങ്കിൽ ഗുഡ്സ് ഡെലിവറി ചെയ്യുന്നതിൽ എന്തെങ്കിലും പിഴവുകൾ ഈ സെല്ലർ വരുത്തുകയാണ് എന്നുണ്ടെങ്കിൽ ആ സെല്ലറിൻ്റെ കയ്യിൽ നിന്ന് അതിനുള്ള ഡാമേജ് ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ബയർക്ക് ഉണ്ടായിരിക്കും. ദെൻ ടു സ്യൂ ദ സെല്ലർ ഫോർ സ്പെസിഫിക് പെർഫോമൻസ്, കോൺട്രാക്റ്റിൽ പറഞ്ഞ പ്രകാരം പെർഫോം ചെയ്ത് കിട്ടാനുള്ള, അതിനുവേണ്ടി സെല്ലറിൻ്റെ പേരിൽ കേസ് കൊടുക്കാനുള്ള റൈറ്റും ഈ ബയർക്ക് ഉണ്ടായിരിക്കും. Then to sue the seller for damage for breach of a warranty or for breach of a condition treated as breach of warranty. അതായത് കോൺട്രാക്റ്റ് ഓഫ് സെയിലുമായി ബന്ധപ്പെട്ട് കണ്ടീഷൻസും വാറൻറ്റിയും ഒക്കെ ഉണ്ടാവും എന്ന് നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു. സോ അതിലെ വാറൻറ്റി ബ്രീച്ച് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ബയർക്ക് ഡാമേജ് ക്ലെയിം ചെയ്യാമല്ലോ. സോ അത് ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ കണ്ടീഷനാണ് ബ്രീച്ച് ചെയ്തത് എന്നുണ്ടെങ്കിൽ അത് വാറൻറ്റി ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോഴും ഈ ഡാമേജ് ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ബയർക്ക് ഉണ്ടായിരിക്കും. Then to sue the seller the damages for anticipatory breach of contract. കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട ഡെലിവറി മുന്നേ കൂട്ടി, ദാറ്റ് മീൻസ് ഡെലിവറി നടത്തുന്നതിന് മുന്നേ തന്നെ സെല്ലർ പറയുകയാണ് ഡെലിവറി ചെയ്യാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ അത്തരം കേസിലും ബയർക്ക് സെല്ലറുടെ പേരിൽ കേസ് കൊടുക്കാനും ഡാമേജ് ക്ലെയിം ചെയ്യാനും കഴിയും. ദെൻ 61 സെക്ഷനിൽ പറയുന്നത് സെല്ലർ ആ കോൺട്രാക്റ്റ് ബ്രീച്ച് ചെയ്യാതിരുന്നാൽ, അതായത് സെല്ലറിൻ്റെ ഭാഗത്തുള്ള കാരണങ്ങൾ കൊണ്ടാണ് കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാതിരുന്നത്, കോൺട്രാക്റ്റ് ബ്രീച്ച് ചെയ്യപ്പെട്ടത് എന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ ബയർക്ക് വന്ന നഷ്ടങ്ങൾ റീഫണ്ട് ചെയ്ത് കിട്ടാൻ, ദാറ്റ് മീൻസ് എന്തെങ്കിലും പ്രൈസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വാങ്ങാനും ദെൻ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ഡാമേജസ് ക്ലെയിം ചെയ്യാനൊക്കെ ഈ ബയറിന് കഴിയും. അപ്പോൾ ഇത്രയാണ് ബയറിൻ്റെ റൈറ്റ്സ്. ഇനി ബയറിൻ്റെ ഡ്യൂട്ടീസ്. ദെൻ ബയറിൻ്റെ ഡ്യൂട്ടീസിൽ ഫസ്റ്റ് വൺ പറയുന്നത് ടു ആക്സെപ്റ്റ് ദ ഡെലിവറി ഓഫ് ഗുഡ്സ് എന്നുള്ളതാണ്. അതായത് കോൺട്രാക്റ്റ് പ്രകാരം ഗുഡ്സ് ഡെലിവറി ചെയ്യുമ്പോൾ ആ ഗുഡ്സ് വാങ്ങാനുള്ള ഡ്യൂട്ടി ആരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കണം? ബയറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ടു പേ ദ പ്രൈസ്, ഈ ആക്സെപ്റ്റ് ചെയ്ത ഗുഡ്സിൻ്റെ പ്രൈസ്, അതായത് ഗുഡ്സിൻ്റെ പൊസഷൻ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഓണറായിട്ട് മാറുകയാണ്. സോ നമ്മളത് വാങ്ങുമ്പോൾ അതിനുള്ള പേയ്മെൻറ്റ് കൊടുക്കാനുള്ള ഡ്യൂട്ടി നമ്മൾ ചെയ്തിരിക്കണം. ദാറ്റ് മീൻസ് അതും ബയറിൻ്റെ ഒരു ബേസിക് ഡ്യൂട്ടിയാണ്. ഇത് രണ്ടുമാണ് ബേസിക്കലി ബയറിൻ്റെ ഡ്യൂട്ടീസ്. അതായത് ഗുഡ്സ് ഡെലിവറി ചെയ്യുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാനും അതിനുള്ള പേയ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതുമാണ് ബയറിൻ്റെ ബേസിക് ആയിട്ട് വരുന്ന ഡ്യൂട്ടീസ്. ദെൻ ടു അപ്ലൈ ഫോർ ഡെലിവറി ഓഫ് ഗുഡ്സ്, ഗുഡ്സിൻ്റെ ഡെലിവറിക്ക് ബയർ അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമാണ് ഈ സെല്ലർ ഡെലിവറി നടത്തുന്നത്. നമ്മൾ മുന്നേ പറഞ്ഞു. സോ അങ്ങനെ ഡെലിവറി നടത്തണം എന്നുണ്ടെങ്കിൽ ആദ്യം ബയർ എന്ത് ചെയ്യണം? അതിന് അപ്ലൈ ചെയ്തിരിക്കണം. അതാണ് സെക്ഷൻ 35 പറയുന്നത്. ദെൻ ടു ഡിമാൻഡ് ഡെലിവറി ഓഫ് ദി ഗുഡ്സ് അറ്റ് എ റീസണബിൾ ഹവർ, അതായത് ഈ സപ്ലൈൻ്റെ അല്ലെങ്കിൽ ഡെലിവറിൻ്റെ ടൈം ഈ ബയർക്ക് പറയാവുന്നതാണ്. ബയറിൻ്റെ പറയുന്ന ടൈമിൽ അല്ലെങ്കിൽ ഒരു റീസണബിൾ ടൈമിൽ അത് ഡെലിവറി ചെയ്ത് കിട്ടണം എന്ന് പറയാൻ ഉള്ള ഒരു റൈറ്റ് ബയർക്കുണ്ട്. സോ അത് ഡിമാൻഡ് ചെയ്യേണ്ടതും ആര് തന്നെയാണ്? ബയറാണ്. ബയർ പറയണം ഇത് എപ്പോൾ കിട്ടണം, എവിടെ കിട്ടണം എന്നുള്ളതൊക്കെ. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് സെല്ലർ അത് ഡെലിവറി ചെയ്യുന്നത്.
ദെൻ ടു ആക്സെപ്റ്റ് ദ ഡെലിവറി ഓഫ് ഗുഡ്സ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ് ആൻഡ് പേ ഫോർ ദം ഇൻ അക്കോർഡൻസ് വിത്ത് ദ കോൺട്രാക്ട്. നമ്മൾ മുന്നേ പറഞ്ഞു ഗുഡ്സ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നോർമലി ഡെലിവറി ചെയ്യൂല, പക്ഷേ ഇവർ മുൻകൂട്ടി അതുമായി ബന്ധപ്പെട്ട് അഗ്രി ചെയ്തതാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഡെലിവറി നടത്തുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യേണ്ട ഡ്യൂട്ടി ആരുടേതാണ്? ബയറിൻ്റേതാണ്. ദെൻ ഗുഡ്സ് ഡെലിവറി ചെയ്യുന്നത് ബയർ പറഞ്ഞിട്ട്, ദാറ്റ് മീൻസ് നോർമലി അത് ഡെലിവറി ചെയ്യുന്ന പ്ലേസിലല്ലാതെ ബയറിൻ്റെ നിർദ്ദേശപ്രകാരം മറ്റൊരു പ്ലേസിൽ പോയിട്ട് ഡെലിവറി ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് ട്രാൻസിറ്റ് ചെയ്യുമ്പോൾ, ദാറ്റ് മീൻസ് അത് അവിടെ എത്തിക്കുന്ന സമയത്തിൻ്റെ ഇടയിൽ ആ ഗുഡ്സിന് എന്തെങ്കിലും ഡിറ്റീരിയോറേഷൻ സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ലോസ് സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ റിസ്ക് ബിയർ ചെയ്യേണ്ടത് ബയറായിരിക്കും. അതാണ് സെക്ഷൻ 40 പറയുന്നത്. Then to inform the seller in case the buyer refuses to accept or reject the goods. ഗുഡ്സ് റിസീവ് ചെയ്യുമ്പോൾ അത് എക്സാമിൻ ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം മതി ബയർ അത് ആക്സെപ്റ്റ് ചെയ്യൽ. സോ ബയറിന് എന്തിനുള്ള ഓപ്ഷൻ ഉണ്ട്? റിജക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ റിജക്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് സെല്ലർ ഇൻഫോം ചെയ്യാനുള്ള ഡ്യൂട്ടി ബയർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. Then to take the delivery of goods within a reasonable time after the seller tenders the delivery. സെല്ലർ ഡെലിവറി നടത്തുമ്പോൾ ആ പറഞ്ഞ ടൈമിൽ നടത്തുമ്പോൾ അത് പോയി ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഡ്യൂട്ടി ആർക്കുണ്ടായിരിക്കും? ബയറിനുണ്ടായിരിക്കും. ഇപ്പോൾ ഒരു ടൈമും ഒരു പ്ലേസൊക്കെ ഫിക്സ് ചെയ്തു, സെല്ലർ ആ ടൈമിൽ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ബയർ അവിടെ എത്തിയത് വാങ്ങാനുള്ള ഡ്യൂട്ടി ബയർ ചെയ്തിരിക്കണം. Then to pay the price where the property in the goods are passed to the buyer in accordance with the terms of the contract. കോൺട്രാക്റ്റ് പ്രകാരം ഡെലിവറി സെല്ലർ നടത്തിക്കഴിഞ്ഞാൽ അതിനുള്ള പേയ്മെൻറ്റ് ആ കോൺട്രാക്റ്റ് പ്രകാരം കൊടുക്കാനുള്ള ഡ്യൂട്ടി ബയർക്ക് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ടു പേ ദ ഡാമേജ് ഫോർ നോൺ ആക്സെപ്റ്റൻസ് ഓഫ് ഗുഡ്സ്. ഇനി ഗുഡ്സ് ബയർ എന്തെങ്കിലും കാരണം കൊണ്ട് ആക്സെപ്റ്റ് ചെയ്യാതിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പം ബയർക്ക് പറഞ്ഞ ടൈമിലും പ്ലേസിലും എത്താൻ കഴിഞ്ഞോളന്നില്ല. സോ അങ്ങനെ ബയറിൻ്റെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് ബയർ ആക്സെപ്റ്റ് ചെയ്യാതിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് ഡാമേജ് കൊടുക്കാനുള്ള, ദാറ്റ് മീൻസ് അത് സെല്ലർ ക്ലെയിം ചെയ്യുമ്പോൾ അത് കൊടുക്കാനുള്ള ഡ്യൂട്ടി ആർക്കുണ്ടായിരിക്കും? ബയറിനുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഡ്യൂട്ടീസ് ഓഫ് ബയർ പറയാനുള്ളത്. അവിടെ നമുക്ക് റൈറ്റ്സ് ഓഫ് സെല്ലർ പറയാം. റൈറ്റ്സ് ഓഫ് സെല്ലർ ഫസ്റ്റ് വൺ പറയുന്നത് ടു റിസർവ് ദ റൈറ്റ് ഓഫ് ഡിസ്പോസൽ ഓഫ് ദി ഗുഡ്സ് അണ്ടിൽ സർട്ടൻ കണ്ടീഷൻസ് ആർ ഫുൾഫിൽഡ്. അതായത് കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ഫോം ചെയ്യുന്ന സമയത്ത് ഈ പാർട്ടീസ് പരസ്പരം ഒരുപാട് കണ്ടീഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചിട്ടുണ്ടാവും. സോ ആ പറഞ്ഞ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തിട്ട് വേണം ഈ സെല്ലറിന്, ദാറ്റ് മീൻസ് സെല്ലർ ഡെലിവറി ചെയ്യുന്നതിന് മുമ്പേ ബയർ എന്തെങ്കിലും ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം ബയർ പറഞ്ഞിട്ട് മതി അയക്കേണ്ടത് എന്നൊക്കെ ബയർ പറയും. സോ അങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ആ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുന്നത് വരെ ഈ ഗുഡ്സ് റിസർവ് ചെയ്ത് വെക്കുക. ദാറ്റ് മീൻസ് അത് ഡിസ്പോസ് ചെയ്യാതെ, അത് ഡിസ്പോസ് ചെയ്യാനുള്ള റൈറ്റ് റിസർവ് ചെയ്യാനുള്ള സെല്ലർ ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് ഇത്രയേ ഉള്ളൂ, ആ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുന്നത് വരെ ഗുഡ്സ് റീറ്റെയിൻ ചെയ്യാൻ, ദാറ്റ് മീൻസ് ഡെലിവറി ചെയ്യാതിരിക്കാനുള്ള റൈറ്റ് സെല്ലർക്ക് ഉണ്ടായിരിക്കും. ആ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്താൽ മതി സെല്ലർ അത് ഡെലിവറി ചെയ്യേണ്ടത്. ദെൻ ചില കേസിൽ ബയർ ഗുഡ്സ് ആക്സെപ്റ്റ് ചെയ്യാതിരുന്നു വിചാരിക്കുക. നമ്മൾ പറഞ്ഞു ഗുഡ്സ് ആക്സെപ്റ്റ് ചെയ്യാതിരിക്കാനുള്ള റൈറ്റും ആർക്കുണ്ട്? ബയറിനുണ്ട്. പക്ഷേ ബയർ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഈ സെല്ലറെ ഇൻഫോം ചെയ്യൽ ബയറിൻ്റെ ഡ്യൂട്ടിയാണ്. പക്ഷേ ബയർ അത് ഇൻഫോം ചെയ്തില്ല, ദാറ്റ് മീൻസ് വിത്തിൻ എ പെർട്ടിക്കുലർ ടൈം ആ ഗുഡ്സ് റിട്ടേൺ ചെയ്യും അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുകയാണ് എന്നുള്ളത് ബയർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരുന്നാൽ ആ ഗുഡ്സ് ബയർ ആക്സെപ്റ്റ് ചെയ്തതായിട്ട് അസ്യൂം ചെയ്യാനുള്ള റൈറ്റ് സെല്ലർക്ക് ഉണ്ടായിരിക്കും. ദെൻ ടു ഡെലിവർ ദ ഗുഡ്സ് ഓൺലി വെൻ അപ്ലൈഡ് ഫോർ ദി ബയർ. ബയർ അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമാണ് സെല്ലർ ഗുഡ്സ് ഡെലിവറി ചെയ്യേണ്ടതുള്ളൂ. സോ ഈ ബയർ അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് ഒന്ന് ബയർ ആക്സെപ്റ്റ് ചെയ്തതായിട്ട് ഇൻഫോം ചെയ്യും, അല്ലെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്തതായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ആക്ടിവിറ്റി ഈ ബയറിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും, അതല്ലെങ്കിൽ അത് റീറ്റെയിൻ ചെയ്യും, ദാറ്റ് മീൻസ് അത് റിജക്റ്റ് ചെയ്തതായിട്ട് സെല്ലറെ ഇൻഫോം ചെയ്യൂല. അത്തരം കേസുകളിലൊക്കെ ഈ ബയർ അത് ആക്സെപ്റ്റ് ചെയ്തതായിട്ട് കൺസിഡർ ചെയ്യും. സോ ഇവിടെ പറയുന്ന ഇത്രയേ ഉള്ളൂ, ബയർ അപ്ലൈ ചെയ്താൽ മാത്രമേ ഉള്ളൂ സെല്ലർക്ക് ഡെലിവറി നടത്തേണ്ടത്. അല്ലെങ്കിൽ ബയർ അപ്ലൈ ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഈ സെല്ലർക്ക്. അത് സെല്ലറിൻ്റെ റൈറ്റാണ്. ദാറ്റ് മീൻസ് ബയർ എന്തെങ്കിലും അപ്ലൈ ചെയ്യാമെന്ന് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുവരെ വെയിറ്റ് ചെയ്യാം, അതുവരെ ഡെലിവറി ചെയ്യേണ്ട ബാധ്യത ആർക്ക് വരുന്നില്ല? സെല്ലർക്ക് വരുന്നില്ല. സോ ബയർ എപ്പോഴാണോ അപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻഫോം ചെയ്യുന്നത് അപ്പോഴേ ഉള്ളൂ ഈ സെല്ലർ ഡെലിവറി നടത്തേണ്ടതായിട്ട് വരുന്നത്.
ദെൻ ടു മേക്ക് ഡെലിവറി ഓഫ് ഗുഡ്സ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ് വെൻ സോ അഗ്രീഡ്, അതായത് ആസ് പെർ അഗ്രിമെൻറ്റ് ഗുഡ്സ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഡെലിവറി ചെയ്യാനുള്ള റൈറ്റ് സെല്ലർക്ക് ഉണ്ടായിരിക്കും. ദെൻ ടു എക്സസൈസ് ലീൻ ആൻഡ് റീറ്റെയിൻ ദ പൊസഷൻ ഓഫ് ഗുഡ്സ് അണ്ടിൽ പേയ്മെൻറ്റ് ഓഫ് ദി പ്രൈസ്, ഡെലിവറി ചെയ്ത പ്രോഡക്ട്സിന് കിട്ടാനുള്ള പേയ്മെൻറ്റ് കിട്ടുന്നത് വരെ ആ ഗുഡ്സ് അത് റീറ്റെയിൻ ചെയ്യാനുള്ള റൈറ്റ് ഓഫ് ലീൻ സെല്ലർക്ക് ഉണ്ടായിരിക്കും. Then to stop the goods in transit and resume possession of the goods until payment of the price, അതായത് ചില കേസുകളിൽ പേയ്മെൻറ്റ് കൊടുക്കാതിരിക്കുമ്പോൾ സെല്ലർ ഗുഡ്സ് ഡെലിവറി ചെയ്തിട്ടുണ്ടാവും, അതായത് ഓൺ ദി വേ ആയിരിക്കും. അത്തരം കേസിൽ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ആണ് എന്നുണ്ടെങ്കിലും അത് സ്റ്റോപ്പ് ചെയ്യാനുള്ള റൈറ്റ് സെല്ലർക്കുണ്ട്. ദെൻ ടു റീസെൽ ദ ഗുഡ്സ് അണ്ടർ സർട്ടൻ സർക്കംസ്റ്റാൻസസ്, ഇനി പറഞ്ഞ പ്രകാരമുള്ള കാര്യങ്ങളും നടക്കാതിരുന്നാൽ കോൺട്രാക്റ്റ് റെപ്യൂഡിയേറ്റ് ചെയ്യേണ്ട കേസിലൊക്കെ വരികയാണ് എന്നുണ്ടെങ്കിൽ സെല്ലറിന് ആ ഗുഡ്സ് മറ്റൊരാൾക്ക് വിൽക്കാനുള്ള റൈറ്റ് ഉണ്ടായിരിക്കും. ദെൻ to withhold delivery of goods when the property in goods has not passed to the buyer. പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഓണർഷിപ്പ്. സോ ബയർക്ക് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാത്തിടത്തോളം കാലം ആ ഗുഡ്സിൻ്റെ ഡെലിവറി വിത്ത് ഹോൾഡ് ചെയ്യാനുള്ള എല്ലാ റൈറ്റ്സും സെല്ലർക്ക് ഉണ്ടായിരിക്കും. അതായത് കോൺട്രാക്റ്റ് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്താലേ ഈ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതുള്ളൂ. അപ്പോഴേ ഈ പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്തായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. സോ അങ്ങനെ ഒരു തരത്തിലുള്ള ആക്ടിവിറ്റീസും നടന്നിട്ടില്ല, ദാറ്റ് മീൻസ് പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പൊസസ് ചെയ്യാനുള്ള റൈറ്റ് ആർക്ക് തന്നെയാണ്, സെല്ലർക്ക് തന്നെയാണ്. ദെൻ ടു സ്യൂ ദ ബയർ ഫോർ പ്രൈസ് വെൻ ദ പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് ഹാസ് പാസ്ഡ് ടു ദി ബയർ ഓർ വെൻ ദ പ്രൈസ് ഈസ് പേയ്മെൻറ്റ് ഓൺ എ സർട്ടൻ ഡേ ഇൻ ടേംസ് ഓഫ് ദി കോൺട്രാക്ട് ആൻഡ് ദ ബയർ ഫെയിൽസ് ടു മേക്ക് ദ പേയ്മെൻറ്റ്. അതായത് ഗുഡ്സ് ഡെലിവറി ചെയ്തു, പക്ഷേ ബയർ പേയ്മെൻറ്റ് കൊടുത്തിട്ടില്ല. അതല്ലെങ്കിൽ ഗുഡ്സ് ഈ ഡെലിവറി ചെയ്യുന്നതിന് മുന്നേക്ക് ചില കേസുകൾ പേയ്മെൻറ്റ് കൊടുക്കാം, ദാറ്റ് മീൻസ് അഡ്വാൻസ് ഒക്കെ ആയിട്ട് കൊടുക്കണം എന്നൊക്കെ പറയും. സോ അങ്ങനെ ആസ് പെർ കോൺട്രാക്റ്റ് ഒരു ടൈം ഫിക്സ് ചെയ്യുകയും ആ ടൈമിൽ, അതായത് പേയ്മെൻറ്റ് കൊടുക്കാനുള്ള ഒരു ടൈം, ആ പേയ്മെൻറ്റ് കൊടുക്കാനുള്ള ടൈമിൽ അല്ലെങ്കിൽ ആ ഒരു ദിവസം ഈ ബയർ പേയ്മെൻറ്റ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് ബയറിൻ്റെ പേരിൽ കേസ് കൊടുക്കാനുള്ള റൈറ്റ് സെല്ലർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ബയറിനെ സംബന്ധിച്ചിടത്തോളം ബയർ ചെയ്യേണ്ട കാര്യം എന്താണ്? ആ ഗുഡ്സ് ആക്സെപ്റ്റ് ചെയ്യുക, അതുപോലെ അതിനുള്ള പേയ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. സോ ആ പേയ്മെൻറ്റ് കൊടുക്കേണ്ട രൂപത്തിൽ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് ഈ സെല്ലർക്ക് കേസ് കൊടുക്കാൻ കഴിയും. ഇത്രയാണ് റൈറ്റ്സ് ഓഫ് സെല്ലർ. ഇനി ഡ്യൂട്ടീസ് ഓഫ് സെല്ലറാണ് പറയുന്നത്. Duties of the seller, first one, to make the arrangement for the transfer of property in goods to the buyer. അതായത് കോൺട്രാക്ട് സെയിലിൽ നമ്മൾ എന്താ ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഓണർഷിപ്പാണ്. സോ ആ പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള എന്തെല്ലാം അറേഞ്ച്മെൻറ്റ്സ് വേണോ അതൊക്കെ ചെയ്യേണ്ടത് സെല്ലറാണ്, അത് സെല്ലറിൻ്റെ ഡ്യൂട്ടിയാണ്. ദെൻ ടു അസർട്ടൈൻ ആൻഡ് അപ്രോപ്രിയേറ്റ് ദ ഗുഡ്സ് ടു ദ കോൺട്രാക്ട് ഓഫ് സെയിൽ. കോൺട്രാക്ട് ഓഫ് സെയിലുമായി ബന്ധപ്പെട്ട് ഡെലിവറി ചെയ്യേണ്ട ഗുഡ്സ് അസർട്ടൈൻ ചെയ്യുക. ചില കേസിൽ അൺഅസർട്ടൈൻഡ് ആയിരിക്കും. സോ അത്തരം കേസുകളിൽ അത് അപ്രോപ്രിയേറ്റ് ചെയ്യുക, അതായത് ബയറുമായി കൂടി ആലോചിച്ച് തീരുമാനിക്കാനൊക്കെയുള്ള ഡ്യൂട്ടി ആർക്കുണ്ട്? സെല്ലർക്കുണ്ട്. ദെൻ ടു പാസ് ആൻ അബ്സല്യൂട്ട് ആൻഡ് ഇഫക്റ്റീവ് ടൈറ്റിൽ ദ ഗുഡ്സ് ടു ദി ബയർ. അതായത് ഗുഡ്സിൻ്റെ ഇഫക്റ്റീവ് ടൈറ്റിൽ, ഗുഡ് ടൈറ്റിലായിരിക്കണം ബയർക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അത് അബ്സല്യൂട്ട് ആയിരിക്കണം. ഈ ഓണർഷിപ്പുമായി ബന്ധപ്പെട്ട് പിന്നെ ഒരാൾ ഓണർഷിപ്പ് ക്ലെയിം ചെയ്ത് വരാനൊന്നും പാടില്ല. അതുകൊണ്ടാണ് ഗുഡ് ആൻഡ് ഇഫക്റ്റീവ് ടൈറ്റിലായിരിക്കണം ട്രാൻസ്ഫർ ചെയ്യുന്നത് പറയുന്നത്. ദെൻ ടു ഡെലിവർ ദ ഗുഡ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ടേംസ് ഓഫ് ദി കോൺട്രാക്റ്റ്. കോൺട്രാക്റ്റിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ചിട്ട് തന്നെ വേണം സെല്ലർ ഗുഡ്സ് ഡെലിവർ ചെയ്യാൻ. അതാണ് സെക്ഷൻ 31 പറയുന്നത്. Then to ensure that the goods supplied conform to the implied or express condition and warranty. അതായത് കോൺട്രാക്റ്റ് സെയിലുമായി ബന്ധപ്പെട്ട കണ്ടീഷൻസും വാറണ്ടീസും ഒക്കെ അനുസരിച്ചിട്ടുള്ള ഗുഡ്സ് തന്നെയാണ് സപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് എൻഷുർ ചെയ്യേണ്ടത് സെല്ലറാണ്. Then to put the goods in a deliverable state and to deliver the goods as and when applied by the buyer. അതായത് ബയർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ ഗുഡ്സ് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഡെലിവറബിൾ സ്റ്റേറ്റിലേക്ക് അത് എത്തിക്കുക എന്നുള്ളത് സെല്ലറിൻ്റെ ഡ്യൂട്ടിയാണ്. ദെൻ ടു ഡെലിവർ ദ ഗുഡ്സ് വിത്തിൻ ദ ടൈം സ്പെസിഫൈഡ് ഇൻ ദി കോൺട്രാക്ട് ഓർ വിത്തിൻ എ റീസണബിൾ ടൈം ആൻഡ് എ റീസണബിൾ ഹവർ. കോൺട്രാക്റ്റിൽ സ്പെസിഫൈ ചെയ്ത് ഉള്ള പോലെ തന്നെ പറഞ്ഞ സമയത്ത് പറഞ്ഞ സ്ഥലത്ത് ഗുഡ്സ് ഡെലിവറി ചെയ്യാനുള്ള ഡ്യൂട്ടി സെല്ലർക്ക് ഉണ്ടായിരിക്കും.
ദെൻ ടു ബിയർ ഓൾ എക്സ്പെൻസസ് ഓഫ് ആൻ ഇൻസിഡൻറ്റൽ ടു മേക്കിംഗ് എ ഡെലിവറി. അതായത് ഗുഡ്സ് ഡെലിവറി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില എക്സ്പെൻസുകൾ, അതായത് അത് ഡെലിവറബിൾ സ്റ്റേറ്റിലേക്ക് ആക്കണം, ദെൻ അത് ഡെലിവറി ചെയ്യാനുള്ള ട്രാൻസ്പോർട്ടേഷൻ്റെ ചാർജും കാര്യങ്ങളൊക്കെ ബിയർ ചെയ്യേണ്ടത് ആരായിരിക്കും? ഈ സെല്ലറായിരിക്കും. അത് പിന്നീട് ബയറിൻ്റെ കയ്യിൽ നിന്ന് ചാർജ് ചെയ്യുന്നുണ്ടാവും, പക്ഷേ അത് ബയറിൻ്റെ കയ്യിൽ എത്തിക്കുന്നത് വരെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസുകൾക്ക് കൊടുക്കാനുള്ള ബാധ്യത സെല്ലർക്കാണ്. ദെൻ ടു ഡെലിവർ ദ ഗുഡ്സ് ഇൻ ദി അഗ്രീഡ് ക്വാണ്ടിറ്റി. അതായത് കോൺട്രാക്റ്റിൽ പറഞ്ഞ പ്രകാരമുള്ള ക്വാണ്ടിറ്റിയിൽ തന്നെ ഗുഡ്സ് ഡെലിവറി ചെയ്യേണ്ടത് സെല്ലറിൻ്റെ ഡ്യൂട്ടിയാണ്. ദെൻ ടു ഡെലിവർ ദ ഗുഡ്സ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ് ഓൺലി വെൻ സോ ഡിസൈഡ് ബൈ ദ ബയർ. അതായത് ബയർ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമുള്ളൂ ഗുഡ്സ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഡെലിവർ ചെയ്യാൻ പാടുള്ളത്, അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഡെലിവർ ചെയ്യാൻ പാടില്ല. ടു അറേഞ്ച് ഫോർ ഇൻഷുറൻസ് ഓഫ് ദി ഗുഡ്സ് വൈൽ ദേ ആർ ഇൻ ട്രാൻസ്മിഷൻ ഓർ കസ്റ്റഡി ഓഫ് ദി കാരിയർ. ഗുഡ്സ് ഡെലിവറി ചെയ്യുന്നത് സെല്ലറാണ്. അപ്പോൾ ആ സെല്ല് ചെയ്യുമ്പോൾ അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന അതിൻ്റെ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ടുള്ള സേഫ്റ്റി എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസും കാര്യങ്ങളും അറേഞ്ച് ചെയ്യുന്നത് സെല്ലറായിരിക്കണം. ദെൻ ടു അറേഞ്ച് ഫോർ ഇൻഷുറൻസ് ഓഫ് ദി ഗുഡ്സ് വൈൽ ദേ ആർ ഇൻ ട്രാൻസ്മിഷൻ ഓർ കസ്റ്റഡി ഓഫ് ദി കാരിയർ. സോറി, അത് റിപ്പീറ്റ് ചെയ്തതാണ്. സോ പറയുന്ന പോയിന്റ്സ് ഇത്ര തന്നെ ഉള്ളൂ. അത് ഡെലിവറി ചെയ്യുന്ന സമയത്ത്, ദാറ്റ് മീൻസ് ഓൺ ദി ട്രാൻസ്മിഷൻ, ഗുഡ്സ് ഇൻ ട്രാൻസിറ്റിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതിനുള്ള ഇൻഷുറൻസും കാര്യങ്ങളും അറേഞ്ച് ചെയ്യേണ്ടത് സെല്ലറാണ്. അപ്പോൾ ഇത്രയാണ് ഡ്യൂട്ടീസ് ഓഫ് സെല്ലർ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് കോൺട്രാക്ട് ഓഫ് സെയിലിൻ്റെ പെർഫോമൻസുമായി ബന്ധപ്പെട്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസും അതുപോലെ തന്നെ ബയറിൻ്റെയും സെല്ലറിൻ്റെയും റൈറ്റ്സും ഡ്യൂട്ടീസും എല്ലാം ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് അടുത്ത സെഷനിലാവാം. ഓക്കെ, താങ്ക് യു.